Dash has no right to participate in a no confidence motion against the president or any committee member of a cooperative society. Options നോക്കാം: A. Government nominees, B. ex officio members, C. nominal members and D. all of these. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, all of these. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റി മെമ്പറിനെയോ അല്ലെങ്കിൽ പ്രസിഡന്റിനെയോ നോൺ കോൺഫിഡൻസ് മോഷനിലൂടെ പുറത്താക്കാം. ഇങ്ങനെ പുറത്താക്കുന്ന ആ ഒരു പ്രക്രിയയിൽ ആർക്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്? ആർക്കാണ്? നമ്മുടെ ഗവൺമെൻറ് നോമിനീസിന് പറ്റില്ല. ഗവൺമെൻറ് നോമിനീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് വരുന്ന നോമിനികൾ. പിന്നീട് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ്, അതായത് സ്ഥാനം കൊണ്ടായിരിക്കും അവരവിടെ അംഗമാകുന്നത്, അവർക്ക് പറ്റില്ല. പിന്നീട് നോമിനൽ മെമ്പേഴ്സിനും പറ്റില്ല. ഇങ്ങനെ 3 പേർക്ക് നോ കോൺഫിഡൻസ് മോഷനിൽ പങ്കെടുക്കാൻ അവകാശമില്ല. നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, അവിശ്വാസ പ്രമേയം. എന്താണ് അവിശ്വാസ പ്രമേയം? അവിശ്വാസം പ്രമേയം പാസ്സാക്കിക്കൊണ്ട് അവരെ നമുക്ക് ഒഴിവാക്കാം, റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റിമൂവൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബൈ നോ കോൺഫിഡൻസ് മോഷൻ ഇത് സെക്ഷനിലാണ് പറയുന്നത്. സെക്ഷൻ 28AB റൂൾ 43A കേട്ടോ. സെക്ഷൻ 28AB റൂൾ 43A.